ഹലോ, വെൽക്കം ബാക്ക് ടു സാഡ്ലർ. അപ്പോൾ ഇന്ന് നമ്മൊരു സ്ഥലം വരെയും പോകാൻ പോകണ്ട. വേറെ എവിടെയല്ല, നമ്മുടെ സ്വന്തം അതിരപ്പള്ളി. അപ്പോൾ അതിരപ്പള്ളി പോകാത്ത ആൾക്കാർ കുറവായിരിക്കും. എൻ്റെ ഈ വീഡിയോ കാണുന്ന ഒരു 80% ആൾക്കാരും അതിരപ്പള്ളി പോയിട്ടുണ്ടാവും. പക്ഷേ ചില സ്ഥലങ്ങൾ അങ്ങനെയാണ്, നമുക്ക് എത്ര കണ്ടാലും മതി വരില്ല. എത്ര കണ്ടാലും നമുക്ക് ആ സ്ഥലം വീണ്ടും വീണ്ടും കാണാൻ തോന്നും. ഇപ്പോൾ ഞാനും ഒരുപാട് വട്ടം അതിരപ്പള്ളി പോയിട്ടുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങൾ എങ്ങനെയാണ്, നമ്മൾ എത്ര പോയാലും അല്ലെങ്കിൽ എത്ര കണ്ടാലും നമുക്ക് മതി വരില്ല. എനിക്ക് പ്രത്യേകിച്ച് ഈ വെള്ളച്ചാട്ടമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വെള്ളച്ചാട്ടം എന്താ പറയുക, നല്ല ബ്യൂട്ടിഫുൾ അല്ലേ കാണാൻ, ഒരു രക്ഷയില്ല. അതിരപ്പള്ളിയുടെ കാര്യം പിന്നെ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. മഴക്കാലത്ത് അതിരപ്പള്ളി കാണാൻ വേറെ ലെവലായിരിക്കും. പിന്നെ ഇന്നത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മഴയുടെ അവസ്ഥ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇന്ന് പോകാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. രാവിലെ എണീച്ചപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ ലെഫ്റ്റിലോട്ട് തിരിയേണ്ട റോഡാണ് കേട്ടോ, 3 വീടുക പോട്ട റോഡ്. ഇവിടുന്ന് ഏകദേശം ഒരു 8 കിലോമീറ്ററോളം പോയി കഴിഞ്ഞാൽ ഇരിങ്ങാലക്കുട. 8 ഒരു 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഇരിങ്ങാലക്കുട. പിന്നെ അവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ. അപ്പോൾ പോകുന്നേക്ക് പെട്രോൾ അടിക്കണം, ചായ കുടിക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാനപ്പോൾ രാവിലെ തന്നെ അടിച്ച് പോകാമെന്ന് വിചാരിച്ച്, മഴ കാരണം ഇത്രയും ലേറ്റായി. മഴ ചെറുതായിട്ടൊന്ന് കുറഞ്ഞപ്പോഴാണ് ഞാൻ ഇറങ്ങിയത്. പക്ഷേ വഴിയിൽ മഴയത്ത് പെടുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ക്യാമറ നനയുന്ന മാത്രമല്ല, ക്യാമറയ്ക്ക് വാട്ടർ പ്രൂഫാണ്. പക്ഷെ നമുക്ക് വീഡിയോ അത്ര ഒരു സുഖം ഉണ്ടാവില്ല മഴയത്ത് പോയി കഴിഞ്ഞാൽ. ചെറിയ ചാറ്റൽ മഴക്കാണെങ്കിൽ കുഴപ്പമില്ല, വലിയ മഴ പെയ്താൽ പ്രശ്നവും. അപ്പോൾ നമ്മൾ ഏകദേശം അതിരപ്പള്ളി എത്താറായിട്ടുണ്ടെന്ന് പറയാനായിട്ടില്ല. അപ്പോൾ ഈ റൈറ്റ് സൈഡിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. റൈറ്റ് സൈഡിലേക്ക് തിരിയുമ്പോൾ മുകളിലൊരു ബോർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റണമെന്ന് എനിക്കറിയില്ല. ഒരു ബോർഡുണ്ട്, അതിരപ്പള്ളി, അതേപോലെ മലക്കപ്പാറ, അതിരപ്പള്ളി 30 കിലോമീറ്റർ. ഈ റോഡുണ്ടല്ലോ, ഈ റോഡ് എന്താ പറയുക, ഒരു കിഡിലൻ റൂട്ടാണ് ഈ റോഡ് ശരിക്കും അവസാനിക്കുന്നത് നമ്മുടെ മലക്കപ്പാറയിലാണ് അവസാനിക്കുന്നത്. മലക്കപ്പാറ പിന്നെ അറിയാലോ, തൃശ്ശൂർ ജില്ലയുടെയും കേരളത്തിൻ്റെയും ബോർഡറാണ്. അതിൻ്റെ അപ്പുറം വാൽപ്പാറ തമിഴ്നാടാണ്. ഇവിടുന്ന് ഒരു 30 കിലോമീറ്റർ അതിരപ്പള്ളിക്ക് പോയി അവിടുന്ന് വീണ്ടും അതിരപ്പള്ളി ഒരു 50 കിലോമീറ്ററാണ് മലക്കപ്പാറ. അതിരപ്പള്ളിയിൽ നിന്ന് മലക്കപ്പാറ വരെയുള്ള 50 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിഡിലൻ റൂട്ടാണ്. ഫുള്ളായിട്ട് കാടാണ് അവിടെ. ഇപ്പോൾ അതിരപ്പള്ളിയിൽ നിന്ന് പോയി വാഴച്ചാലെത്തുമ്പോൾ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിൽ കയറി അവിടെ നിന്ന് നമ്മൾ വണ്ടിയുടെ നമ്പറും നമ്മുടെ അഡ്രസ്സും ഒക്കെ കൊടുത്ത് നമുക്ക് ആ ചെക്ക് പോസ്റ്റ് കയറി പോകണം. അപ്പോൾ ആ കയറി പോണ സമയത്ത് അവർ നമ്മളോട് ചോദിക്കും, നിങ്ങൾ തിരിച്ചിതിൽ ഈ വഴി വരുന്നുണ്ടോ അതോ തമിഴ്നാട് വഴിയാണോ വരുന്നതെന്ന് ചോദിക്കും. അപ്പോൾ തിരിച്ചതിലെ തന്നെ അവർ വരുന്നുണ്ടെന്നാണ് പറയുന്നുണ്ടെങ്കിൽ 4 മണിക്ക് മുമ്പായിട്ട് വരാൻ അവർ പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റൂട്ട് മൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന ഏരിയയാണ്. അപ്പോൾ ഒരു 4 മണിക്ക് മുമ്പായിട്ട് നമ്മൾ എത്തിയില്ല എന്നുണ്ടെങ്കിൽ ആനകളും മറ്റ് മാന് അങ്ങനത്തെ മൃഗങ്ങളൊക്കെ തന്നെ ക്രോസ് ചെയ്യും. ആനകൾ ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു റൂട്ടാണത്. ആ റൂട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് പോയിട്ടുണ്ട്. ഈ സമയത്തൊക്കെ ആയിരിക്കും അതിലേ പോകേണ്ടത്. പക്ഷെ ഇന്ന് നമുക്ക് അങ്ങോട്ട് പോകാനുള്ള സമയമില്ല. നമുക്ക് വേറൊരു ദിവസം അങ്ങോട്ടായിട്ട് ഇറങ്ങണം, മലക്കപ്പാറ. അപ്പോൾ ഇവിടുന്ന് ഒരു 30 കിലോമീറ്ററോളം ഉണ്ട്. ഇപ്പോൾ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ഒരു ചായക്കട ഉണ്ട്. ഏത് ഭാഗത്തെന്ന് എനിക്കത് കറക്റ്റ് ഓർമ്മയില്ല. അവിടെ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് ബാക്കി പോകണം. ആ ചായക്കട അന്വേഷിക്കുമ്പോൾ തന്നെ ഇതാണ് ആ ചായക്കട. മുമ്പെപ്പോഴോ ഇവിടുന്ന് ചായ കുടിച്ചിട്ടുണ്ട്. ഇത് പുറത്തുനിന്ന് ടീംസ് എന്നുകൊണ്ട് AP ആണ് എന്നെ രജിസ്ട്രേഷൻ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഒരു ചായ കുടിക്കാം. ഏകദേശം നമ്മളിപ്പോൾ അതിരപ്പള്ളി എത്തിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് പോകുമ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറുണ്ട്. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ. കുറച്ചുകൂടിയും പോകണം.
ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു ചെക്കിംഗ് പോയിന്റ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ബാക്കി പോവാം. എത്ര? 60. ഓക്കെ, അപ്പോൾ അവിടെ ഗൂഗിൾ പേ മാത്രമേ ഉള്ളൂ, ക്യാഷ് ഇല്ല. ഇവിടെ ഒക്കെ ചെറുതായിട്ട് കോഡ് ഇറങ്ങിയ പോലെ ഒരു ഫീലുണ്ട്, പക്ഷേ ആക്ച്വലി അത് കോഡല്ല. അത് ഇവിടെ വെള്ളച്ചാട്ടം വലിയ രീതിയിൽ കുത്തി വീഴുമ്പോൾ ആ വെള്ളത്തിൻ്റെ ഒരു ശീതനുണ്ടല്ലോ, അങ്ങായ ഒരു സംഭവമാണ്. വിചാരിച്ച പോലെയല്ല, അത്യാവശ്യം നല്ലൊരു തിരക്കുണ്ട് ഇവിടെ. ഇവിടെ ആൾക്കാർ കൂടി നിൽക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വ്യൂ കാണാം. പക്ഷേ നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ, കാരണം ഭയങ്കര തിരക്കാണ്. പിന്നെ വെള്ളച്ചാട്ടം അവിടെ നോക്കിയാൽ കാണാൻ പറ്റില്ല, ഫുള്ള് കോട പോലെ ഇങ്ങനെ വെള്ളം കുത്തി കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു പുക പോലുള്ള സംഭവം കാരണം നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ തൽക്കാലം നമുക്ക് എൻട്രൻസിലോട്ട് പോവാം. വിചാരിച്ച പോലെയല്ല, നല്ല തിരക്കുണ്ട്, ഇഷ്ടം പോലെ വണ്ടികളുണ്ട് ഇവിടെ. വിചാരിച്ച വെക്കേഷനൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു വീക്കെൻഡ് അല്ല, ഒരു വർക്കിംഗ് ഡേ ആണ്. ഇപ്പോൾ തിരക്കുണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്, പക്ഷേ ഫുള്ള് തിരക്കാണ്. ഒരു പക്ഷെ മഴക്കാലം ആയതുകൊണ്ടായിരിക്കും കേട്ടോ. ഉള്ളിലേക്ക് പോകുമ്പോൾ ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. വണ്ടി ഇവിടെയാണ് ബൈക്ക് പാർക്കിങ്. ബൈക്ക് പാർക്ക് ചെയ്തിട്ട് നമുക്ക് വരാം. നല്ല ഓഫ് റോഡാണ് കേട്ടോ. ഇപ്പോൾ വണ്ടി നമുക്കിവിടെ പാർക്ക് ചെയ്തിട്ട് ഉള്ളിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ അതിരപ്പള്ളിയിൽ ടിക്കറ്റ് എടുത്ത് കയറിയിട്ടുണ്ട്. ഈ ടിക്കറ്റ് ആകെ നനഞ്ഞ് അലമ്പായിട്ടാണ് അവർ പറഞ്ഞത്. ഈ ടിക്കറ്റ് കൊണ്ട് നമുക്ക് വാഴച്ചാലിലും കയറാമെന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് വാഴച്ചാലിൽ കയറാൻ നേരില്ല. ഇതാണ് അതിരപ്പള്ളിക്ക് നടക്കുന്ന വഴി. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല. അവിടെ ചെല്ലുമ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണെന്നറിയില്ല. നമ്മളിപ്പോൾ അതിരപ്പള്ളി എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോഴത്തേനും അത്യാവശ്യം നല്ല മഴ ആയിട്ടുണ്ട്. ഇവിടെ നല്ല വഴുക്കലുണ്ട്, വീണ ഞാൻ നാണം കിടും. കുറേ ആൾക്കാരൊന്നും ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങാണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. പക്ഷേ നമ്മൾ ഇവിടം വരെ വന്നിട്ട് ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങിയില്ലെങ്കിൽ അത് മോശമാണ്. അപ്പോൾ ഒരു 6 മാസം മുന്നേ ഞാനിങ്ങോട്ട് വന്നിരുന്നു. അന്നത്തെ ഒരു മുഖമല്ല ഇപ്പം അതിരപ്പള്ളിക്ക്. ശരിക്കും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അതിരപ്പള്ളിയുടെ ശരിയായ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റില്ല. എന്നാലും കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തോട്ട് ഇറങ്ങാനുള്ളൊരു എന്താ പറയുക, താഴത്തോട്ട് ഇറങ്ങാൻ എളുപ്പമല്ല. അപ്പം ഞാൻ അധികം അങ്ങോട്ട് പോകുന്നില്ല. ഒരു ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചെടുത്തിട്ട് അവിടെ ഇതാണ് താഴത്തോട്ടുള്ള വഴി. കുറേ ആൾക്കാരൊക്കെ ഇറങ്ങി പോകുന്നുണ്ട്, കുറേ ആൾക്കാർ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. പക്ഷെ ഇവിടെ വെച്ച് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യൽ കുറച്ച് പണിയാണ്. എൻ്റെ മോനെ, ഞാൻ ഇത്ര നാൾ കണ്ടതിൽ വെച്ച് ഏറ്റവും ടോപ്പ് രീതിയിലുണ്ട് ഇപ്പോൾ വെള്ളച്ചാട്ടം നിൽക്കുന്നത്. അങ്ങോട്ട് അടുത്തേക്ക് അധികം പോകാൻ പറ്റില്ല, കാരണം ഓൾറെഡി മഴയുണ്ട്. അതുകൂടാതെ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ഫോഴ്സ് കൊണ്ട് ഒരു പുക പോലെ വരുന്നുണ്ട്. പക്ഷേ ക്യാമറയിൽ എത്രത്തോളം കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞാൻ ശരിക്കും ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ശരിക്കും ഫുൾ ഒരു ഫോഗ് ഇറങ്ങിയ പോലത്തെ ഒരു ഫീലാണ്. കാരണം വെള്ളച്ചാട്ടം ഇങ്ങനെ കുത്തി വീണിട്ട് ഇവിടെ മൊത്തം ഒരു പുക പോലെ നിൽക്കണം. ശരിക്കും അതിരപ്പള്ളി കാണേണ്ട റൈറ്റ് ടൈമാണിട്ടത്. കുറച്ച് മഴ കൊണ്ട് ഇങ്ങോട്ട് വന്നാലും അത് വർത്താണ്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, മലയാളീസ് അല്ല കൂടുതലും ഈ ആന്ധ്രാക്കാരും തമിഴന്മാരൊക്കെ കൂടുതൽ.
ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അമ്മാതിരി വിഷ്വൽസാണ് ഇവിടെ കാണാൻ പോണത്. പ്രത്യേക വൈബാണ്. ഫുള്ള് നനയാൻ വേണ്ടി ഇങ്ങോട്ട് വരണം, കാരണം കുറേ പേരൊക്കെ വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്നുണ്ട്. ഇതിലൊരാൾ പോയി കഴിഞ്ഞാൽ ശരിക്കും അറിയാൻ പോലും പറ്റില്ല. ഇതാണ് നമ്മൾ ഇറങ്ങി വന്ന വഴി. ഓണാക്കാകെ നനഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിരപ്പള്ളി ഇങ്ങോട്ട് കയറി തിരിച്ച് വീട്ടിൽ പോകാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ സ്ഥലം കണ്ട ഫുള്ള് ഫോറസ്റ്റാണ് കേട്ടോ, ഫുള്ള് ഫോറസ്റ്റാണ്. ഇവിടെ വന്നാണ് ഞാൻ നിൽക്കുന്നത്. ആനൊന്നും ഉണ്ടാവുമെന്നറിയില്ല. അപ്പോൾ അതിരപ്പള്ളി വരാൻ പറ്റിയൊരു ബെസ്റ്റ് ടൈമാണ് ഇപ്പോൾ അതിരപ്പള്ളി വരാൻ ഉദ്ദേശിക്കുന്ന ഇപ്പോൾ വരണം. ശരിക്കും മഴ ഒന്നും ഒരു വിഷയമല്ല, കാരണം മഴയത്താണ് ശരിക്കും വരേണ്ടത്. അപ്പോഴാണ് അതിരപ്പള്ളിയുടെ യഥാർത്ഥ സൗന്ദര്യം നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഞാനപ്പോൾ തിരിച്ചു പോകണ്ട, ഇനിയും ഒരു 1.5 മണിക്കൂറോളം വണ്ടി ഓടിക്കണം. നല്ല വിശപ്പുണ്ട്. രാവിലെ ഒരു ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനിയും നമ്മുടെ യാത്രകൾ ആരംഭിച്ചിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ഇതേപോലൊരു നല്ല സ്ഥലം ആയിട്ട് വരാം. ഓക്കെ, ദിസ് ഈസ് സാഡ്ലർ സൈനിങ് ഔട്ട്.